മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? നല്ല അടിപൊളി ചോദ്യം. ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുടെ അണ്ണാക്കിലിട്ട് കൊടുത്ത ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും മറു ചോദ്യം അല്ലെ. ആദ്യം പറഞ്ഞതാണ്, ഒരു മാപ്പർഹിക്കാത്ത തെറ്റാണോ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഒരിക്കലുമല്ല. പക്ഷെ അവിടെ ഒരു തെറ്റാണോ നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യത്തിൽ കൃത്യമായിട്ടുണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അങ്ങനെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. വലുതെന്നോ ചെറുതെന്നോ മിഡിലെന്നോ ഒന്നുമില്ല. എല്ലാം തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു കേസ് വരുമ്പോൾ കേസ് തീർച്ചയായിട്ടും കോടതി എടുത്തും പരിഗണിക്കും. അത് എങ്ങനെയൊക്കെയാണ് പരിശോധന നടത്തുന്നത്, അദ്ദേഹം ചെയ്ത സ്റ്റേറ്റ്മെന്റുകൾ അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കോടതി അങ്ങ് ചെക്ക് ചെയ്യും അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളെ പിടിച്ചിട്ടുള്ളത്. ജാമ്യം കൊടുക്കാതിരിക്കാനും മാത്രം വലിയ ഒരു തെറ്റാണോ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ജാമ്യം കൊടുക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യമാണ്, ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് നാളെ ഒരു പെൺകുട്ടി ഉദ്ഘാടന വേദിയിൽ വന്നാൽ നിങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളത്. ഏതൊരു മനുഷ്യനും എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള മൗലിക അവകാശമുണ്ടല്ലേ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബിക്കിനി അനുവദനീയമാണോ? ചോദ്യമാണ്. എന്നാൽ ബീച്ച് സൈഡുകളിലൊക്കെ അനുവദനീയമാണ് അല്ലെ. ഓക്കെ. ഒരു ഉദ്ഘാടന വേദിയിലേക്ക് വരുമ്പോൾ തെറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ മഹാരാജ്യം, നമുക്ക് എല്ലാവർക്കും ഒരു ഭരണഘടനയാണുള്ളത്. ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുർഹിയോ അങ്ങനെ ഒരു നടി, അവര് ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ ഓരോ ദിവസം ഇടുന്ന ഡ്രസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലുള്ളതാണ്. വളരെ വൾഗറായിട്ട് ശരീരത്തിലെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കാണിച്ചുകൊണ്ട് തന്നെ നടക്കാറുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. എന്തിനു പറഞ്ഞു, പല നടികളും തമിഴ്നാട്ടിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും അവർ ഇന്ത്യയിലെ കാര്യം പറഞ്ഞത്, അവരിടുന്ന വസ്ത്രങ്ങളെ കുറിച്ചിട്ട് യാതൊരു തർക്കവും ആർക്കില്ല, യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഈ ഒരു പെൺകുട്ടി മാന്യമായ വസ്ത്രം ധരിച്ചു, അതായത് അവർക്ക് മാന്യമായി തോന്നുന്ന ഒരു വസ്ത്രം അവർ ധരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതില് ബോച്ച എന്ന് പറയുന്ന ആള് ചെയ്ത വഷളത്തരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ കാര്യം കാട്ടാം. കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ കോടതി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ. അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ തോന്നും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത്, ഇത്രയും നാൾ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വന്നില്ല എന്നുള്ളത്. അതേ ചോദ്യം ഇപ്പോ മറ്റൊരു കേസിൽ ഒരു പെൺകുട്ടി 64 പേര് പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് 5 വർഷത്തിനിടയിൽ ആരോടും പറഞ്ഞില്ല എന്നുള്ളത്. ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടികളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സിനിമാ നടിയായിട്ടുള്ള ഈ ഹണി റോസിനെ എന്തൊക്കെ രീതിയിലാണ് ഇയാള് നാണം കെടുത്തിയിട്ടുള്ള വൃത്തികേടുകൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അത് കണ്ടതാണല്ലോ. എങ്ങനെയാണ് ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ ഇമാതിരി വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്? നമ്മളെല്ലാവരും കണ്ടതാണ്. ബോച്ചയെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ ബോച്ച ചെയ്ത നന്മകളെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ അത് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത തെറ്റിനെയും തുറന്ന് കാണിക്കണം. അതാണ് ഒരു മനുഷ്യൻ, ഒരു നിഷ്പക്ഷ നിലപാടുള്ള ഒരു മനുഷ്യൻ അത് തന്നെയാണ് ചെയ്യേണ്ടത്. എനിക്കത് ചെയ്തേ വെക്കുള്ളൂ. ഈ പെൺകുട്ടി പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾക്ക് ശരിയാണല്ലോ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും അല്ലെ. പക്ഷെ ബോച്ച ചെയ്ത തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. വേറൊരു പെൺകുട്ടി, അയാളുടെ PA അങ്ങനെ എന്തോ ഒരു പെൺകുട്ടി അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടത്. അവര് ഇതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുകൂടാതെ തന്നെ മറ്റുള്ള നടികളെ കുറിച്ച്, ഉദ്ഘാടന വേദികളിൽ വരുന്ന പെൺകുട്ടികളെ കുറിച്ച് ബോച്ച പറയുന്ന ആ ആക്ഷൻ അടക്കമുണ്ട്. അയാളുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു വൃത്തികേട് പറഞ്ഞു ഓർമ്മയില്ല, ആ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയതിനെ കുറിച്ച് ബന്ധപ്പെട്ടുള്ള. അപ്പൊ അത്ര വൃത്തികേടുകൾ പറഞ്ഞിട്ടും ഈ പെൺകുട്ടികൾക്ക് എനിക്ക് മനസ്സിലാവുന്ന ഈ പെൺകുട്ടിയെ കുറെ ചാനലുകളിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് പറയാണ്, അവരിട്ട വസ്ത്രമൊക്കെ നോക്കുമ്പോൾ അവരൊരു മുസ്ലിം ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മുസ്ലിം ആണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? ഒരൊറ്റ ചോദ്യമാണ് അത്. അതെന്റെ മാത്രം ഒരു ചോദ്യമാണ്, മറ്റുള്ള ആൾക്കുണ്ടോ എന്നൊക്കെ അറിയില്ല.
നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. ഹണി റോസാണ് കുറ്റക്കാരി എന്നാണ് നിങ്ങൾ പറയുന്നത്? കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം, പ്രതികരിക്കണം. ദൈവം സഹായിച്ച് നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ അപ്പൊ തന്നെ പ്രതികരിക്കുക. ഹണി റോസിന്റെ ആ ഒരു മാനസിക നില എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രഷറിന്റെ മൂലമാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത് കേസുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യം അവർ പറയുന്നുണ്ടല്ലോ കേസുമായി മുന്നോട്ട് പോകുന്നില്ല, ഒരു താക്കീത്. എന്നാൽ അയാളുടെ വീഡിയോ നിരന്തരമായിട്ട് ഇങ്ങനെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും എന്തുണ്ടാവും, വിഷമം തോന്നും, കംപ്ലൈന്റ് കൊടുക്കും. ഹണി റോസ് ഇട്ട വസ്ത്രത്തെ മാന്യമല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു മതത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, മതപരമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ മതവിശ്വാസ പ്രകാരമുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കേണ്ടി വരും. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിൽക്കുന്നതുമാണ്, പുറത്ത് നിൽക്കുന്നതാണ്. 2 രീതിയിലാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. അതിന് യാതൊരു തടസ്സമില്ല. ഇപ്പൊ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി തട്ടനൊക്കെ ഇട്ട് മാന്യമായ വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത്. ആ മാന്യത അവർക്കും ഒക്കെയാണ്, എനിക്കും ഒക്കെയാണ്, എല്ലാവർക്കും ഒക്കെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് ഓവറായി ചിന്തിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്. അതിൽ തന്നെ സ്ത്രീകളെ ആണല്ലോ പറഞ്ഞത്, സ്ത്രീത്വം എടുത്തു പറഞ്ഞു എന്നുള്ളതാണല്ലോ വിഷയം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബോച്ചെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റേ നടിയുടെ ബാക്കി കാര്യങ്ങളിലാണ് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പരാമർശം തെറ്റല്ല എന്നാണോ? തെറ്റല്ല. അങ്ങനെ ഒരു സ്ത്രീയല്ല. അത് നിങ്ങളെ ആ വീഡിയോ കണ്ടതാണല്ലോ, കണ്ടല്ലേ അല്ലെ? അതിലെവിടെയാണ് കുന്തി ദേവി എന്നാണ് പറഞ്ഞത്, ആ നടിയെ അതുപോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ ദ്വയാർത്ഥ പ്രയോഗമായ നടിയെയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് അവർക്ക് വലിയ രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വീണ്ടും പുറകെ നടന്ന് അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. പുറമെ ആ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു, വീഡിയോ അടക്കം ഓരോരുത്തരും അവിടെ കണ്ടതാ. ഓക്കെ, നാളെ നിങ്ങളെ ആരും അത്തരം രീതിയിൽ മറ്റുള്ള വർണ്ണനകളോട് കൂടി ചേർത്ത് സംസാരിക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മനോഭാവം എന്താവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അപമാനമായി തോന്നിയില്ല എന്ന് നിങ്ങളൊരു പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇതേ സ്റ്റാൻഡ് എടുക്കണം. എല്ലാ ആണുങ്ങളും നാളെ മുതൽ ഡബിൾ മീനിങ്ങിലൂടെ ആളുകളെ കളിയാക്കുമ്പോൾ നിങ്ങൾ ഇതേ സെൻസിൽ തന്നെ എടുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയോ നിങ്ങളെയോ ആരെങ്കിലും ഡബിൾ മീനിങ് പറയുമ്പോഴും അതൊരു തമാശയായി മാത്രം എടുക്കുക. കേസുമായിട്ട് മുന്നോട്ട് പോകരുത്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആളുകൾക്കും അതിൽ ദേഷ്യമുണ്ടാകും, കംപ്ലൈന്റ് കൊടുക്കും. ബോച്ചയെ സപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് കേസ് കൊടുത്തിട്ടുള്ള ഇര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവരെ എന്തിന് അവഹേളിക്കുന്നു എന്നുള്ളതാ. അവർ കൊടുത്ത കേസ് തെറ്റാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷെ ഇതില് ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞങ്ങൾ ആ വീഡിയോ കണ്ടതാണ്. അദ്ദേഹം ആ ആകാര വടിവത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഹണി റോസിനെ കയ്യിലെ ആക്ഷൻ കൊണ്ടുകൂടിയും അയാൾ സംസാരിച്ചിട്ടുണ്ട്. വെറും ഡബിൾ മീനിങ് സംസാരം മാത്രമല്ല, ആറ്റിറ്റ്യൂഡ് പോലും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ പറയുന്ന വീഡിയോസ് തലങ്ങും വിലങ്ങും ഇട്ട് കണ്ടതാ. ഈ പറയുന്ന പോലെ ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളിലൊന്നും ദ്വയാർത്ഥ പ്രയോഗമില്ല എന്നാണ്. എല്ലാത്തിലും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഈ കൊടുത്ത പരാതിയിൽ ഇല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടം വരെ എന്ത് ചെയ്തത് എത്തിയിട്ടുള്ളത്. അത് നല്ലൊരു ന്യായീകരണം കേട്ടോ. ഇവർ കേസ് കൊടുത്ത വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നു. മറ്റുള്ള വീഡിയോകളിൽ എന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന്. അടിപൊളി. ഈ സ്റ്റാൻഡ് തന്നെയാണ് ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ടത്. നല്ല അടിപൊളി സ്റ്റാൻഡാണ്. മറ്റുള്ള ഒരുപാട് സ്ത്രീകൾ അപമാനിച്ചിട്ടുണ്ട് ആക്ഷനുകളിലൂടെ, ഡബിൾ മീനിങ്ങിലൂടെ. ആ കാര്യത്തിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു. അടിപൊളി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ ദുആ ചെയ്തോളാം. കർത്താവായ യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. ഓരോ മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഈ വിധവകളെ ഒക്കെ പരിപാലിച്ചു പോരുന്നു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത്. അങ്ങനെയുള്ള ഒരാളെ പിടിച്ചിങ്ങനെ ജയിലിൽ ഇട്ടപ്പോൾ ഞങ്ങളതിന് സാറിനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോവുള്ളൂ. അതിനുവേണ്ടി വന്നതാ ഇന്ന് ഇറക്കുന്നെന്ന് അറിഞ്ഞ്. കർത്താവിനെ പോലെ ഒരു കാരണവശാലും ബോച്ചയെ നിങ്ങൾ ഉപമിക്കരുത്. കർത്താവ് എന്ന് പറയുന്ന ആ ഒരു ദൈവപുത്രൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും നന്മകളിലൂടെ നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്.
അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നത് അല്ലെ? ആ ഒരു സംഭവത്തെ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിയിണക്കാൻ കഴിയും? കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സൈഡിൽ ആളുകളെ സഹായിക്കുമ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് വൃത്തികേടുകൾ കാണിക്കുന്നത് എങ്ങനെ യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നു? വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കുക തന്നെ വേണം. തെറ്റാണ്. അത് ആ ഒരു ക്രൈസ്തവ സമൂഹത്തിനോട് മാത്രമല്ല ചെയ്യുന്ന തെറ്റാണ്. കാരണം യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതെല്ലാവർക്കും ഒരു വിഷമമാവും. ബോച്ചയെ നിങ്ങളത് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല? ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം. അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിന് 4-5-6 മാസത്തിന് ശേഷം എന്തിനിപ്പം പ്രതിരോധിക്കുന്നത്? 4-5 മാസം കഴിഞ്ഞ് എന്തിനു പ്രതിരോധിക്കുന്നു? മറുപടി ഞാൻ തരുന്നില്ല ഇനി. കാരണം നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കൂ. ഈ വിഷയത്തിലും അനുഭവങ്ങളിലൂടെ തന്നെ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രം അപമാനിച്ചതല്ല, മറ്റുള്ള നടികളെ, മറ്റുള്ള ആളുകളെ ഒക്കെ അപമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ ന്യായീകരിക്കുന്നു. അദ്ദേഹം നന്മ ചെയ്യുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ബാക്കിയുള്ള തെറ്റുകളെ മൂടി വെക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇന്ത്യയാണ്, ഇന്ത്യൻ ഭരണഘടന കീഴിലാണ്. എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ വൃത്തികേടുകളിലൂടെ ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഇവിടെ എവിഡൻസിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു നടിയെ ആംഗ്യങ്ങൾ കൊണ്ടും അതേപോലെ സംസാരങ്ങൾ കൊണ്ടും വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ട്രോളന്മാരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരാൾ, കോടീശ്വരനായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം വരുമ്പോഴെങ്കിലും ജനങ്ങളുടെ മനസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുമല്ലോ. ആ ബോധം നല്ലത് തന്നെയാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.